കോഴിക്കോട് തിക്കോടിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 3 പേർ തിരയിൽപ്പെട്ട് മരിച്ചു. വയനാട് സ്വദേശികളായ വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. ലതീഷ് ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. ലതീഷ്, ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. വിനോദസഞ്ചാരികൾ കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ തിരയിൽപ്പെട്ടാണ് അപകടമുണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര പേരുണ്ടായിരുന്നു? ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മനോ, 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു. കൽപ്പറ്റ സ്വദേശികളാണ് മരിച്ച 4 പേരും. അനീസ 32, ബിനീഷ് 40, വാണി 30, ഫൈസൽ എന്നിവരാണ് മരിച്ചത്. 2 യുവതികളും 2 യുവാക്കളുമാണ് തിരയിൽപ്പെട്ട് മരിച്ചത്. 27-കാരിയായ ജിൻഷയെ, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 27-കാരിയായ ജിൻഷയെ അവിടെ കണ്ടുനിന്ന ആളുകളും ഫയർഫോഴ്സും സംവിധാനവും എല്ലാം എത്തിയ ശേഷം രക്ഷപ്പെടുത്തുകയായിരുന്നു. ജിൻഷയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. 22 പേരാണ് കൽപ്പറ്റയിൽ നിന്നും തിക്കോടിയിലെ ഈ ബീച്ചിൽ എത്തിയതെന്നാണ് നാട്ടുകാരിൽ നിന്നും നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇതിൽ 5 പേരാണ് കുളിക്കാൻ ഇറങ്ങിയത്. ശക്തമായ തിരയിൽപ്പെട്ട് ഇവർ കടലിലേക്ക് തന്നെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവരുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഉൾപ്പെടെ നമ്മളോട് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. കടലിൽ കുളിക്കാനിറങ്ങിയ 5 പേരിൽ 4 പേരും മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ബീച്ച് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ എത്തുകയും അവിടെ കുളിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന പതിവുള്ള ഒരു ബീച്ചാണെന്നാണ് നമുക്ക് നാട്ടുകാരിൽ. അപകടകരമായ തിരമാലകളുടെ സാധ്യതയുള്ള ഇടമാണോ? അത്തരത്തിൽ അപകടകരമായ ഒരു ബീച്ചാണോ അത്? അതോ ഇത് അസാധാരണമായ ഒരു സംഭവം ഉണ്ടായതാണോ? ഇതൊരു അസാധാരണ സംഭവം എന്ന് തന്നെ വേണം കരുതാനെന്നാണ് നാട്ടുകാരൻ പറയുന്നത്. കാരണം അവിടെ ആളുകൾ എത്തി സാധാരണ കുളിക്കാറൊക്കെ ഉണ്ട്. കടലിൽ കുളിക്കുന്നത് എത്ര കണ്ട് ശരിയാണെന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ യുവാക്കൾ എത്തി കുളിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു അപകടം അവിടെ ഈ അടുത്ത കാലത്തൊന്നും എന്തായാലും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ ശക്തമായ തിരമാല ഉണ്ടാവുകയും ആ തിരമാലയിൽ പെട്ട് ഇവർ കടലിലേക്ക് ഇവരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നാട്ടുകാരും അതേപോലെ തന്നെ ഫയർഫോഴ്സും സംവിധാനങ്ങളും എല്ലാം ചേർന്ന് നടത്തിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 പേർ മരിച്ചിരുന്നു. 3 പേർ ആണ് ആദ്യം മരിച്ചതായുള്ള വിവരമാണ് ആദ്യം പുറത്തു വന്നത്. പിന്നീട് ഒരാളെ കൊയിലാണ്ടിയിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു, ഫൈസലിനെ. അല്പസമയം മുമ്പാണ് ഫൈസലിന്റെ മരണം കൂടി സ്ഥിരീകരിച്ചത്. എന്തായാലും 4 യുവാക്കളാണ്, അല്ലെങ്കിൽ യുവതി യുവാക്കളാണ് മരണത്തിന് കീഴടങ്ങിയത്. വയനാട് കൽപ്പറ്റയിൽ എത്തിയ സഞ്ചാരികളിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മനു, ഇപ്പോൾ തന്നെ ഇനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണോ മൃതദേഹങ്ങൾ? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ അവിടെയാണോ? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ മെഡിക്കൽ കോളേജിലാണ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലായിരുന്നു മരിച്ച 3 അനീസ, വാണി, ബിനീഷ് എന്നിവരുടെ മൃതദേഹങ്ങൾ അവിടേക്കായിരുന്നു ആദ്യം എത്തിച്ചത്. അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് നമുക്ക് MLA യിൽ നിന്നുൾപ്പെടെ അറിയാൻ കഴിഞ്ഞത്. ഒപ്പം ഫൈസലിനെ കൊയിലാണ്ടി നന്ദിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ വെച്ചാണ് ഫൈസലിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഫൈസലിന്റെ മൃതദേഹവും പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും കൽപ്പറ്റ സ്വദേശികളാണല്ലേ? എല്ലാവരും കൽപ്പറ്റ സ്വദേശികളാണ്, സുഹൃത്തുക്കളായ ആളുകൾ ചേർന്ന് 22 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 5 പേരാണ് കുളിക്കാൻ ഇറങ്ങിയത്. 3 യുവതികളും അതേപോലെ തന്നെ 2 യുവാക്കളും ആണ് കുളിക്കാൻ ഇറങ്ങിയത്. അതിൽ 2 യുവതികളും 2 യുവാക്കളും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അനീസ, വാണി എന്നീ യുവതികളും ബിനീഷ് അതേപോലെ തന്നെ ഫൈസൽ എന്നിവരാണ് മരിച്ചത്. എല്ലാവരും 40 വയസ്സ് അതിൽ താഴെ പ്രായം വരുന്ന യുവാക്കളാണ്. അതിദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ ഇവർ കുളിക്കാൻ ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ വളരെ പെട്ടെന്ന് ശക്തമായ തിരയിൽപ്പെട്ട് കടലിലേക്ക് 5 പേരെയും കടലിലേക്ക് തിര എടുത്തുകൊണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത്. രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് 27-കാരി ജിൻഷയെ മാത്രമാണ്. മനു, ശരി ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ദാരുണമായ സംഭവമാണ്. വിനോദസഞ്ചാരത്തിനെത്തിയ 4 പേർ കടലിൽ തിക്കോടി ബീച്ചിൽ തിരയിൽപ്പെട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ദുഃഖകരമായൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിയത്.